രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം, രാഹുലിൻ്റെ തിരിച്ചു വരും ആഗ്രഹിക്കുന്നവരെല്ലാം വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം VD സതീശന്, നമ്മുടെ പുതിയ മുഖ്യമന്ത്രിക്ക്, ജനങ്ങളുടെ നേതാവിന്, മുഖ്യമന്ത്രിക്ക്, 13ാമത്തെ കേരളത്തിലെ CMന് ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം VD സതീശനെ സപ്പോർട്ട് ചെയ്യാതെ ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകളല്ല MLAമാർ കാല് മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിനൊക്കെ മേളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സപ്പോർട്ട് VD സതീശനെതിരെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നൊരു ആരോപണത്തിൽ എടുത്തൊരു കടുത്ത ഒരു തീരുമാനം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അത് VD സതീശൻ എന്നൊരു വ്യക്തി മാത്രം എടുത്തൊരു തീരുമാനമല്ല. ഈ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തിന്, UDFന് ഈ പറഞ്ഞിട്ടുള്ള മേലോട്ടുള്ള ഹൈക്കമാൻഡ് ഉണ്ട്, അതുപോലെ AICC, ഇങ്ങനെ കുറേ തീരുമാനങ്ങളുണ്ട്. ഈ ആരെ MLA ആക്കണം അല്ലെങ്കിൽ ആരെ മുഖ്യമന്ത്രി ആക്കണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനങ്ങൾ ഒരാൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്നൊരു പാർട്ടിയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ആദ്യമേ ഈ ഒരു വാർത്ത കണ്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന നിലയ്ക്ക് പുള്ളിയാണ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പം ഓരോ കാര്യത്തിനും ഓരോ വിഷയങ്ങൾക്കും പുള്ളിയാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പം പുള്ളി അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതെല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. പുള്ളിയാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ പുള്ളിയാണ് രാഹുലിനെ പുറത്താക്കിയത്, പുള്ളിയുടെ ഒറ്റ തീരുമാനത്തിലാണ് എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കാം. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, പുള്ളിക്കും മുകളിൽ ഈ പറഞ്ഞിട്ടുള്ള AICC ഉണ്ട്, ഹൈക്കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉള്ളൊരു തീരുമാനത്തിലൂടെയാണ് പുള്ളിയും ഓടുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇപ്പോഴാണ് എനിക്കും ഇത് മനസ്സിലായത്. ഞാനും ഇതിനു മുമ്പേ പുള്ളിയൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായി, നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ മുഖ്യമന്ത്രിയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവികാരം മനസ്സിലാക്കി. ഇതുപോലെ ഒരു ജനവികാരമാണ് രാഹുലിൻ്റെ കേസിനകത്തുള്ളത്. കാരണം ആ വ്യക്തിക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ മാക്സിമം ശിക്ഷ കൊടുത്തു. ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്തി, മത്സരിപ്പിച്ചില്ല. പാലക്കാടിലെ MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരാളെ കൊണ്ട് നിർത്തി, പിഷാരടിയെ കൊണ്ട് നിർത്തി അവിടെ മത്സരിപ്പിച്ചു, ജയിച്ചു. ഓക്കെ, അതൊക്കെ UDFൻ്റെ നല്ല വിജയത്തിന് വേണ്ടിയിട്ട് നടത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇനിയെങ്കിലും ആ വ്യക്തിയോടുകൂടി കാണിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ക്രൂരത അത് നിർത്തി. ക്രൂരത എന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്ത് നിർത്തിയേക്കുവാണല്ലോ. അത് ആ വ്യക്തിയുടെ പക്കൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ആ വ്യക്തിയെ കൈപിടിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് VD സതീശനോട്. കാരണം ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ രാഹുലിൻ്റെ ആയാലും ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് VD സതീശൻ്റെ ആയാലും ഈ പറഞ്ഞിട്ടുള്ള UDFന് 102 സീറ്റുകളുമായിട്ട് വൻപിച്ച വിജയം നേടി ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചത് ഇവരെ എല്ലാവരെയും കൂടെ ഒരു സപ്പോർട്ട് കൂടി മാത്രമാണ്. ഇപ്പം എനിക്കൊന്ന് ഇലക്ഷൻ്റെയൊക്കെ തൊട്ടടുത്താണ് രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് വരെ രാഹുൽ എന്നൊരു വ്യക്തി ഈ ഒരു പ്രസ്ഥാനത്തിന് കൊടുത്ത സപ്പോർട്ടും മൈലേജും ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്കും പറയാനുള്ളത്. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം, രാഹുലിൻ്റെ തിരിച്ചു വരും ആഗ്രഹിക്കുന്നവരെല്ലാം വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, രാഹുൽ VD സതീശൻ ഇതാണ്. രാഹുലിന് ഒരു പിണക്കവും പരിഭവവും ഒന്നുമില്ല. രാഹുൽ അവിടെയും മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ രാഹുൽ എന്നൊരു വ്യക്തി അവിടെയും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ VD സതീശൻ എന്നൊരു വ്യക്തി മാത്രമായിട്ട് എടുത്ത തീരുമാനമല്ല. ഇത് UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ജനവിരുദ്ധ ഭരണത്തിനെതിരെ തെരുവുകളിൽ സമരം ചെയ്ത 10,000-കണക്കിന് സഹപ്രവർത്തകർ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊരിഞ്ഞ സാധാരണക്കാർ ഭീകരവാദികളെ പോലെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട നിരപരാധികൾ മറ്റു സ്ഥാനവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വീടാന്തരം കയറി ജനാധിപത്യത്തിനായി വോട്ട് അഭ്യർത്ഥിച്ച പ്രവർത്തകർ, അവരുടെ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം. ശരിയല്ലേ? എല്ലാവരുടെയും ഒരു ടീമിൻ്റെ ഒരു വിജയമാണിത്, അല്ലാതെ ഒരു വ്യക്തിയുടെ വിജയമല്ല. അവരുടെ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം. അവരുടെ പ്രതീക്ഷയും പരിശ്രമവും ഇന്ന് ജനങ്ങളുടെ സർക്കാരായി രൂപം കൊണ്ടിരിക്കുന്നു. ആ സർക്കാരിനെ നയിക്കാനുള്ള ദൗത്യം ഹൈക്കമാൻഡ് ശ്രീ VD സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നു.
ജനഹിതം മുൻനിർത്തി ജനങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഭരണമായി ഈ സർക്കാർ മാറുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ പോസ്റ്റ്. എന്താല്ലേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ എന്നൊരു വ്യക്തി എപ്പോഴും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് ഈ പറഞ്ഞിട്ടുള്ള ആരോടും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളോ ദേഷ്യമോ ഈ പറഞ്ഞിട്ടുള്ള ഒരാളെയും പുറമിൽ നിന്ന് കുതുകാല് വിട്ടുന്ന പരിപാടിയോ ഒന്നുമില്ല. അപ്പം പുള്ളിക്കിത് സംഭവിച്ചിട്ടുള്ള തെറ്റ് അത് തിരുത്തി കൈപിടിച്ച് വീണ്ടും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രതിപക്ഷ നേതാവ്, കാരണം ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കെതിരെ വരുന്ന ഓരോ അമ്പുകളും തടുക്കണമെങ്കിൽ അവിടെ രാഹുൽ എന്നൊരു വ്യക്തി വേണം. വേറെ ആരുണ്ടടി നട്ടലുള്ള? ഇപ്പം തന്നെ കണ്ടില്ലേ വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നായപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഓരോന്നും അവിടെ ഇവിടെയും കടന്നിട്ട് ഓരോ MLA കാല് വാരിയത് കണ്ടില്ലേ. പക്ഷേ രാഹുൽ എന്നൊരു വ്യക്തിയൊന്നും അങ്ങനെ ചെയ്യത്തില്ല. കൂറുള്ള പാർട്ടിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള യഥാർത്ഥ പാർട്ടിക്കാരനാണ്, യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരനാണ്, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് രാഹുൽ മാങ്കൂട്ടം. ഞാനിവിടെ ഇനി ഒരു പോസ്റ്റ് വയ്ക്കാം. ആ പോസ്റ്റല്ല, ഒരു കമൻ്റാണ്. അതിനകത്ത് തോമസ് സാമുവൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഇട്ടേക്കുന്നൊരു കമൻ്റാണ് രാഹുൽ ഇട്ടേക്കുന്നതിൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു ഇല്ലയോ എന്നല്ല, എന്നാൽ ജനം വിശ്വസിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളവരിൽ ചെയ്ത തീരുമാനങ്ങളേ ഉള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളവരിൽ ചെയ്ത തീരുമാനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പാർട്ടി പ്രതിസന്ധിയിൽ ആയില്ല. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒരു തീരുമാനവും കൂടെ ഇപ്പം തന്നെ നമ്മൾ ആ സമയത്ത് ഭരണപക്ഷം കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ഗണേഷ് കുമാറിനെതിരെ വന്ന ആരോപണം വന്നിട്ടൊന്നും അതിനെതിരെ ഒരു തീരുമാനം എടുത്തില്ല. അപ്പം UDF എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അങ്ങനെ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന വ്യക്തിയെ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ തുച്ഛമായ ഒരു സമയപരിധി ഒരു സമയത്തിൽ മാറ്റി നിർത്തി ആ ഒരു ആരോപണം സത്യമാണോ കള്ളമാണോ എന്ന് തെളിഞ്ഞതിന് ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നൊരു സമ്പ്രദായമാണ് UDFനുള്ളത്. സത്യത്തിനൊപ്പം നിലകൊണ്ട് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതേ ഇവിടെ ചെയ്തുള്ളൂ. ഒരു പക്ഷേ ആ പേരും പറഞ്ഞായിരിക്കും ചിലപ്പം, രാഹുലിൻ്റെ പേരും പറഞ്ഞായിരിക്കും ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള പാർട്ടികൾ ഇലക്ഷൻ സമയത്ത് ആക്രമിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വരും. ഒരു പക്ഷേ ചിലപ്പം അത് പോസിറ്റീവ്, രാഹുലിനെ മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ ഒരു പോസിറ്റീവായി കാണും. ചിലപ്പം അതിലൂടെ ആയിരിക്കും കുറച്ച് UDFന് കുറച്ച് സീറ്റുകൾ കൂടി കിട്ടിയിട്ടുള്ളത്. പിന്നെ പുറത്തിരുന്നാലും രാഹുൽ അങ്ങനെ കൈയും കെട്ടി വെറുതെ ഇരുന്നൊരു വ്യക്തിയല്ല. അകത്ത് നിന്നതിനേക്കാളും ശക്തമായിട്ട് പ്രതിരോധിച്ച് ഒരു പവർഫുള്ളായിട്ടാണ് രാഹുൽ പുറത്ത് നിന്നുകൊണ്ട് UDFനെ സപ്പോർട്ട് ചെയ്തത്. നമ്മളെല്ലാം കണ്ടാണ് അവസാനത്തെ നിമിഷങ്ങളിൽ രാഹുൽ ഇട്ട ഓരോ വീഡിയോയും. അതിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് UDFന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും UDFന് കുറേ സീറ്റുകൾ അതിൽ നിന്നും കിട്ടിയെന്നാണെങ്കിൽ പറയാം. രാഹുലിൻ്റെ പിണറായി വിജയൻ സർക്കാരിനെതിരെ നടന്ന അഴിമതി തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് ഒരു വൻ പിന്തുണയാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ ഒരു സപ്പോർട്ടിൻ്റെ ബലമാണ് UDFൻ്റെ 102 സീറ്റിൻ്റെ വിഷയം. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, രാഹുലിനെ തിരിച്ചു വരും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും രാഹുലിനെ ഇനി തിരിച്ചു കൊണ്ടുവരിക. ഇനി ഞാനിവിടെ വി ഡി സതീശൻ്റെ ഇന്നത്തെ ഒരു വാർത്താ മാധ്യമങ്ങളെ കാണുന്നൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം, ഒന്ന് കണ്ടു. ഓക്കെ, പുള്ളി CM ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, പറയാനില്ല ഈ വിഷയത്തിൽ. കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന്, ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നും ചെറുവിരലനക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന CPMകാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി, എനിക്ക് അഭിമാനമുണ്ട്, നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങള്
പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം? അങ്ങനെയൊന്നും പറയില്ല. അങ്ങ് പറഞ്ഞത് എല്ലാവരുമായി കൂടിയാലോചന നടത്തി എന്ന് അങ്ങ് പറഞ്ഞു. ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. കേട്ടല്ലോ. അപ്പോൾ എന്നാലും പുതിയ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തിട്ടുള്ള VD സതീശൻ സാറിന് നല്ലൊരു തുടർഭരണം, തുടർഭരണമല്ല, നല്ലൊരു ഭരണം. തുടർഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പിണറായി വിജയൻ സ്വന്തമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം 10 വർഷത്തിന് ശേഷം അധികാരം തിരിച്ചു പിടിച്ച വൻ വിജയത്തോടുകൂടി 102 സീറ്റുകളുമായിട്ട് വിജയം തിരിച്ചു പിടിച്ച VD സതീശൻ സാറിന് നല്ലൊരു ഭരണം, ജനങ്ങളെ സേവിക്കുന്ന ഒരു നല്ലൊരു നേതാവായിട്ട്, നല്ലൊരു മുഖ്യനായിട്ട് അടുത്തൊരു 5 കൊല്ലം ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും അഭിനന്ദിക്കുന്നു. പിന്നെ പുള്ളി പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയിൽ പുള്ളി എടുത്തിട്ടുള്ള തീരുമാനം ഒറ്റയ്ക്കല്ല. കാരണം മേളിൽ നിന്ന്, ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് പുള്ളി ഇവിടെ ഉള്ള നേതാക്കളുമായിട്ട്, മുതിർന്ന നേതാക്കളുമായിട്ട് എല്ലാവരുമായിട്ട് കൂടി ചേർന്നെടുത്തൊരു തീരുമാനമാണ്. പക്ഷേ അവസാനം വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ പുള്ളിയുടെ തലയിലായി. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ VD സതീശൻ സാറ് മുഖ്യമന്ത്രിയായി. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. കാരണം ആ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം ആലോചിച്ച് ഒരു പ്രായത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, രാഷ്ട്രീയം ഈ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തിനോട് അത്ര ആത്മാർത്ഥമായിട്ട് ആ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം ആ വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ ജീവിതം തകർക്കാൻ അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. തിരിച്ചെടുത്തേ പറ്റൂ.